ഹലോ, അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ മലയാളീസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ മാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അച്ചർക്ക് സമ്മതിക്കത്തില്ല, അവന് ദോശ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തി ഉണ്ടാക്കാം. എൻ്റെ കോഴിയാണ് ഇപ്പം എൻ്റെ കൂട്ടിന് രാവിലെ എഴുന്നേറ്റ് വരാനായിട്ട് കോഴിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ എഴുന്നേറ്റ് അടുക്കള വരണം അപ്പം അവർ എടുക്കും. സാധാരണ ഞാനിടലോ ചമ്മന്തിക്ക് തേങ്ങ നേരത്തെ തലേദിവസമൊക്കെ അരച്ച് വെക്കുന്നതാണ്. എന്തെങ്കിലും കാര്യത്തിനുണ്ടെങ്കിൽ തേങ്ങ തലേദിവസം അരച്ച് വെക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ അരച്ചില്ലായിരുന്നേ, അത് കാരണം രാവിലെ തേങ്ങ ചിരണ്ടുക. ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ പിന്നെ എന്തോ പറഞ്ഞു തരാനാ. ഇന്ന് പച്ചമുളക് ഇട്ടിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത്. പച്ചമുളകും ചുമന്നുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് അരച്ചിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ കരിയാപ്പില ഇല്ലായിരുന്നു, ഞാൻ പിന്നെ ഇഞ്ചി മാത്രം ഇട്ടിട്ട് അരച്ചേ. എനിക്ക് പണ്ട് ഞങ്ങളുടെ ഡോക്ടറുടെ വൈഫ് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. ഇഞ്ചിയും കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ചമ്മന്തിക്കൊക്കെ അരച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിക്കണേ. ഞാൻ പറയാറില്ല ഞങ്ങളുടെ ഒരു ഡോക്ടറുടെ കാര്യം. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് ഡോക്ടറെ കുറിച്ച് ഞാൻ പറയത്തില്ലേ. ഡോക്ടറുടെ വൈഫുണ്ട്, ചേച്ചിയുടെ പേര് പത്മ. ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ ചമ്മന്തി സാമ്പാർ അത് ചേച്ചിയുടെ ഒന്ന് കഴിക്കണം കേട്ടോ. എന്തോ ടേസ്റ്റാന്ന്. നല്ല സൂപ്പർ ചമ്മന്തിയാണ്, അതുപോലെ നല്ല സൂപ്പർ സാമ്പാറും ചേച്ചിയുടേത്. ഞങ്ങൾ റെസിപ്പിയൊക്കെ ചോദിക്കും. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ തന്നെയാണ്, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയുടെയും സാമ്പാറിൻ്റെ ഒക്കെ റെസിപ്പിയാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയാൽ അത്രയും ടേസ്റ്റി ആയിട്ട് വരാറേ ഇല്ല. ചേച്ചിയുടെ കൈപ്പുണ്യമാണത്. പിന്നീട് അതെനിക്കിത് മനസ്സിലായി. ഞാനാണെങ്കിൽ ഇന്നലെ ആ പുളിയുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചപ്പോഴത്തേക്ക് അത് ജാറിൽ നിന്ന് മുഴുവൻ തെറിച്ചു പോയി. എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ജാറിൻ്റെ ആ അടപ്പ് തെറിച്ചിട്ട് ഫുള്ള് താഴെ പോയായിരുന്നു. ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. ഒന്ന് രണ്ടാമത് ഞാൻ എടുത്ത് തേങ്ങാ ചിരട്ടിയൊക്കെ സെറ്റ് ചെയ്തെടുത്തത് കേട്ടോ. ഇന്നത് പേടിച്ചെടുത്തത് വെച്ചത് മിക്സിയിലേക്ക്, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് കടുക് കളിക്കാവേ. ദോശയുടെ കൂടെ ഇത്തിരി സാമ്പാറാണേലും അവരത്ര ഇഷ്ടമുള്ളൂ. ഇന്നതിന് സാമ്പാറിന് പറ്റിയ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത കാരണം ചമ്മന്തിയിൽ ഞാൻ ഒതുക്കിയേ. രാവിലെ പിന്നെ ഞാൻ അരി ഇട്ടേക്കാന്ന് വിചാരിച്ചു. അത് കാരണം അടുപ്പ് കത്തിച്ച് വേഗം അരി ഇടാനുള്ള പരിപാടിയും കൂടെ അങ്ങ് നോക്കിയേ. അതും കൂടെ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാലേ അങ്ങ് ജോലി ഒന്ന് തീരുമല്ലോ, അത് ഓർത്തിട്ടാ. ഇനിയിപ്പോൾ അവനെ വിളിക്കാം. 7 സാധാരണ അവനെ വിളിക്കുന്നത്. ഇന്ന് ഞാൻ നേരത്തെ വിളിക്കും എന്ന് ഞാൻ അവനടുത്ത് പറഞ്ഞിരുന്ന, പഠിക്കാനുണ്ടായിരുന്നു കുറച്ച്. പക്ഷെ ഞാൻ വിളിച്ചില്ല, ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. ഇപ്പം ഇനി അവനെ പോയി വിളിക്കും. എവിടെ എഴുന്നേക്കാൻ, ഇതുപോലെ 2 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നീണ്ടു പോകും. അങ്ങനെ നമുക്ക് ദോശ ചുടാനായിട്ട് ആരംഭിക്കാം. ആദ്യം കുറച്ച് നൈസ് ദോശ 2-3 ചുട്ടെടുത്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ സാധാ ദോശ അങ്ങ് ചുടുവേ. നിങ്ങൾക്ക് എന്തുവായിരുന്നു രാവിലെ? രാവിലത്തേതും ഉച്ചക്കത്തേതും എല്ലാം ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഇങ്ങനെ മുരിഞ്ഞ ദോശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാലേ. പിന്നെ ഞാൻ 2-3 മാത്രമേ അങ്ങനെ ഉണ്ടാക്കിയുള്ളൂ, അവന് കൊടുത്തു വിടാനുള്ളത് മാത്രം. ബാക്കി ഞാൻ സാധാരണ ദോശയാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ കല്ലിലോട്ട് 2 വീതം ഒഴിച്ചങ്ങ് കൊടുക്കുവാണെങ്കിൽ വേഗം പരിപാടി കഴിയുമല്ലോ. ഗുഡ് മോർണിംഗ് പറ. കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ ബാക്കി അങ്ങ് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെങ്കൊച്ചിന് ഇഡലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനത് ഇച്ചിരി കൂടി ഇഷ്ടമാണ് ദോശയേക്കാളുവേ. അത് കാരണം ബാക്കി കുറച്ച് ഞാൻ അങ്ങ് ഇഡലി ഉണ്ടാക്കി. അവൻ തന്നെയാണ് അവൻ്റെ ഡ്രസ്സ് തേക്കുന്നതെന്ന് വിചാരിക്കരുത്, വെറും ഷോയാണ്. എൻ്റെ കൊച്ചമ്മയുടെ സാരി എടുത്ത് കൊടുക്കുക, അന്ന് ഞാൻ സാരി എടുത്ത് പോവാന്നും പറഞ്ഞോണ്ട്. അങ്ങനെ ചേട്ടായി അച്ഛയും കൂടെ ഒന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ചേട്ടായിനെ. വലിയ വഴക്കൊന്നും ഇല്ലായിരുന്നു. ടാറ്റൊക്കെ കൊടുത്ത് അവിടെ അങ്ങ് നിന്ന് കേട്ടോ. സാധാരണ ബഹളം വെക്കുന്നതാണ്.
ഇന്ന് എന്ത് പറ്റിയോ എന്തോ. ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ അങ്ങ് നിന്നു. ഞാൻ ബ്രഷ് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ തന്നെ കയറുന്ന തേക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പല്ല് തേക്കാൻ പിടിപ്പിക്കും. ഞാൻ പിടിച്ചൊന്ന് പല്ല് തേപ്പിക്കും, എന്നാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ. എന്നിട്ടും പല്ല് കേടാ. എന്ത് മുട്ടായി ആണെന്നറിയോ ഒരു ദിവസം തിന്നുന്നത്, പിന്നെ ഇങ്ങനെ കേടാകാതിരിക്കാനായിട്ടാ. ഓ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പിന്നെ എങ്ങനെയായിരുന്നല്ലേ. ഇന്ന് വിടുന്നില്ലെന്നൊക്കെ വിചാരിച്ചാ പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ വഴക്കായിരിക്കും ചേട്ടായി പോയി കഴിഞ്ഞാലേ. അതുകൊണ്ട് പിന്നെ ഓർത്ത് എന്നാൽ കഴിപ്പീരൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് വിട്ടേക്കാം അംഗനവാടിയിലോട്ട്. അവിടെ ആകുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് അങ്ങ് ഇരുന്നോളുമല്ലോ. ഇതാണ് ഒരു വലിയ ടാസ്ക്, ഇതിന് കഴിക്കാൻ കൊടുക്കുക എന്നുള്ളത്. എത്ര നേരം ഇരുന്നെന്നറിയോ ഒരു 2 ഇഡലിയും കൊണ്ട്. കഴിച്ചൊന്നുമില്ല, പകുതി അറ്റവും വാലും ഒക്കെ തിന്ന് അത് കഴിഞ്ഞപ്പോൾ പരിപാടി നിർത്തി. എന്നാലും വേണ്ടില്ല, ഇച്ചിരിയെങ്കിലും കഴിച്ചല്ലോ, അതിന് വലിയ കാര്യമാണ്. പക്ഷെ ഞാനിത്തിരി പാലോടൊക്കെ കൊടുത്തിട്ടാ വിട്ടതേ. ഇതിങ്ങനെ വായി വെച്ചോണ്ടേ ഇരിക്കും, ഇത് വിഴുങ്ങത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. ഞങ്ങളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്ന് പാലൊക്കെ കുടിച്ചിട്ട് ഇനി പോവാൻ പോവാണേ. അതിന് മുമ്പുള്ള എഴുത്താം. ആയും റായും ഒന്നും പഠിച്ചില്ലേ, ഞങ്ങൾ എറു പഠിച്ചു. ഏതോ പിള്ളേരെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുള്ള പറച്ചില. എഴുതുന്നത് ഇറുവൊന്നുമല്ല, റായുമല്ല ഇറുവല്ല ഏയും അല്ലാത്തൊരക്ഷരമാണ് അത് എഴുതുന്നത്. പക്ഷെ പറച്ചിൽ ഇറുവാന്ന്. ഇങ്ങനെ ഞങ്ങൾ കണ്ണാടിയൊക്കെ വെച്ച് പോവാണ്. പൊടി അലർജി ആയത് കാരണം ഇവിടെ ഇറങ്ങുമ്പോൾ വണ്ടിയെ പോകുമ്പോഴൊക്കെ കണ്ണാടി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഫേവറേറ്റ് സാധനം. ഇങ്ങനെ വാങ്ങിക്കുന്ന പാക്കറ്റിലെ ചക്കവറുത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിലൊരു പ്രത്യേക ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും വേറെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ. പിന്നെ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ദോശ ഇഡലി ഉണ്ട്, എനിക്ക് വേണ്ട, ഇത് മതി. വൈകുന്നേരത്തേക്കാണ്. വൈകുന്നേരം ഞാൻ ഇത്തിരി പൂരി ഉണ്ടാക്കി. പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ച് അതൊന്ന് പരത്തിയൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് പോയി കൊച്ചിനെ വിളിക്കാനായിട്ട്. തിരിച്ചു വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയണേ. എൻ്റെ മൈക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ അത് വെച്ചാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയാൻ മേല. എന്തായാലും സൗണ്ട് ഉണ്ടോ എന്ന് പറയുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.